പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യാമോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴുകയാണ്. ജൂൺ 19 സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഒപ്പുവെക്കാനിരിക്കുന്ന അമേരിക്ക ഇറാൻ സമാധാന കരാറിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലാതാകുന്ന മട്ടാണ്. കടലാസിലെ കരാറുകൾക്കൊന്നും പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനാകില്ലെന്നും അടുത്ത ഒരു വലിയ ആക്രമണത്തിന് കളമൊരുങ്ങുന്നു എന്നതിന്റെ സൂചനകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയുമായി കരാർ ഒപ്പിടണമെങ്കിൽ ആദ്യം ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് പുതിയ നിബന്ധന. ഇതാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന പുതിയ നിബന്ധന. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇസ്രായേൽ ഒട്ടും തയ്യാറല്ല. ഇതൊരു അമേരിക്കൻ അജണ്ടയാണെന്നും തങ്ങളുടെ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ ലബനനിലെ ബഫർ സോണിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു. ചുരുക്കത്തിൽ സമാധാന കരാർ എന്ന പേരിൽ ഇറാൻ വീണ്ടും വിലപേശുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു സാധാരണ അതിർത്തി തർക്കമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിലനിൽപ്പിന്റെ തന്നെ പോരാട്ടമാണ്. അമേരിക്ക പിന്മാറിയാലും ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. കാരണം ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ഇറാന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ. ഡെത്ത് ടു ഇസ്രായേൽ എന്നത് ഇറാന്റെ ആപ്തവാക്യമാണ്. അമേരിക്കയോടുള്ള ഇറാന്റെ കലിപ്പ് പോലും ഇസ്രായേലിനെ അവർ പിന്തുണയ്ക്കുന്നു എന്നതിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സമാധാന കരാറുകൾ വീണ്ടും ആയുധങ്ങൾ സംഭരിക്കാനും ശക്തിയാർജിക്കാനും വേണ്ടി ഇറാൻ ഉപയോഗിക്കുന്ന വെറും ഇടവേളകൾ മാത്രമാണെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനം കേവലം രാഷ്ട്രീയമോ ഭൂമിയോ അല്ല, മറിച്ച് ജൂതന്മാരോടുള്ള അന്ധമായിട്ടുള്ള മതവിദ്വേഷമാണ്. ഇറാന്റെ IRGC ഭരണകൂടം അഥവാ ഖമേനി ഭരണകൂടം നിലനിൽക്കുന്നത് തന്നെ ഈ വിദ്വേഷത്തിലും ഇസ്രായേൽ വിരുദ്ധതയിലുമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക എത്ര ശ്രമിച്ചാലും അവിടെ ഒരു ശാശ്വത സമാധാനം സാധ്യമല്ല. കാരണം കേവലം ഒരു കടലാസ് കരാറുകൾക്കൊന്നും ഈ മതപരമായിട്ടുള്ള വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം അവരുടെ ജീവൻ മരണ പോരാട്ടമാകുന്നത് അതുകൊണ്ടാണ്. സത്യത്തിൽ പശ്ചിമേഷ്യൻ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. അത് ഇറാനിലെ ഭരണമാറ്റമാണ്. മതമൗലികവാദികളായിട്ടുള്ള ഇപ്പോഴത്തെ ഭരണകൂടം മാറി ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂത്തികളെയും ഒക്കെ തള്ളിപ്പറയുന്ന, ഈ ഭീകര സംഘടനകളെ തള്ളിപ്പറയുന്ന ഒരു മതേതര ദേശീയ സർക്കാർ ഇറാനിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. അതുവരെ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. അടുത്ത അടി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഇരു വിഭാഗവും നേർക്കുനേർ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കേരള.